പണമടച്ചില്ലെങ്കിൽ പിടിവീഴുമെന്ന് രാജ്യതലവനും മനസ്സിലാക്കണം. അതെ, ആകെ മൊത്തം പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പറഞ്ഞു വരുന്നത് മോദി താമസിച്ച ഹോട്ടലിലെ ബില്ലടയ്ക്കാത്ത സംഭവത്തെക്കുറിച്ചാണ്. മൈസൂരു സന്ദർശനത്തിനിടെയാണ് നരേന്ദ്രമോദി താമസിച്ച ഹോട്ടലിലെ ബില്ലുകൾ അടച്ചില്ലെന്ന് പരാതി ഉയരുന്നത്. റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടൽ മാനേജ്മെന്റിന്റേതാണ് പരാതി. ഒരു വർഷം കഴിഞ്ഞിട്ടും 80.6 ലക്ഷം രൂപയുടെ ബില്ലുകൾ തീർപ്പാക്കിയില്ലെന്നും സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ഹോട്ടൽ വ്യക്തമാക്കുന്നുണ്ട്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും വനം വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച പ്രൊജക്ട് ടൈഗറിന്റെ 50ാം വാർഷിക ആഘോഷത്തിന്റെ ഉദ്ഘാടനത്തിനാണ് പ്രധാനമന്ത്രി എത്തിയത്. 2023 ഏപ്രിൽ 9 മുതൽ 11 വരെ 3 കോടി രൂപ ചിലവിൽ പരിപാടികൾ നടത്താനായിരുന്നു കേന്ദ്ര സർക്കാർ വനം വകുപ്പിനെ അറിയിച്ചത്. എന്നാൽ പരിപാടി പൂർത്തിയായപ്പോഴേക്കും ആകെ ചിലവ് 6.33 കോടി രൂപയായി. 3 കോടി ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചെങ്കിലും ബാക്കി വന്ന 3.33 കോടിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മൗനം പുലർത്തുകയാണ്. കുടിശ്ശിക സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും പ്രധാനമന്ത്രി കഴിഞ്ഞ ഹോട്ടലിലെ ബില്ലടക്കമുള്ള തുകകൾ സംസ്ഥാന സർക്കാർ കണ്ടെത്തണമെന്നാണ് ലഭിച്ച മറുപടി. രണ്ടാമതും ഇതേ വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും ഇതുവരെയും യാതൊരു മറുപടിയും കേന്ദ്രത്തിന് ലഭിച്ചിട്ടില്ല. അതിനിടെ ഇക്കഴിഞ്ഞ 21-ന് 12 മാസം കഴിഞ്ഞിട്ടും ബില്ലുകൾ അടയ്ക്കാത്തത് ചൂണ്ടിക്കാട്ടി ഹോട്ടൽ അധികൃതർ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന് കത്ത് നൽകി. ആവർത്തിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് അറിയിച്ചിട്ടും ഇപ്പോഴും തുക കൈമാറിയിട്ടില്ലെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്രയും വൈകിയതിനാൽ 18% പലിശയായ 12.9 ലക്ഷം രൂപയും ബില്ലിനൊപ്പം അടയ്ക്കേണ്ടതുണ്ടെന്നും ഹോട്ടൽ അധികൃതർ വ്യക്തമാക്കുന്നു. ജൂൺ 1-നകം വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഹോട്ടൽ അധികൃതർ അറിയിച്ചു. അതേസമയം കേന്ദ്ര സർക്കാർ പരിപാടിയായതിനാൽ യാതൊരു തുകയും നൽകില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. പരിപാടി നടക്കുന്ന സമയത്ത് കർണാടകയിൽ BJP സർക്കാരായിരുന്നു ഭരണത്തിൽ. തിരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു പരിപാടി നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആഘോഷപൂർവമായിരുന്നു ചടങ്ങുകളെല്ലാം. എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഭരണം മാറി കോൺഗ്രസ് അധികാരത്തിലേറി. BJP പരിപാടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാകില്ലെന്നാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് സർക്കാർ നിലപാട്. അതുകൊണ്ട് തന്നെ പരാതിയുടെ പേരിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് BJP. തിരഞ്ഞെടുപ്പ് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മോദി സർക്കാരിന് തലവേദനയായി ലക്ഷങ്ങളുടെ ബില്ല് ബാധ്യതയായി വരുന്നത്. ഏതായാലും പണം അടച്ചു തീർക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഹോട്ടൽ ഉടമകൾ.